ഒരാൾക്ക് ബാധിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഈ അടുത്ത് ഒരു ബസ്സിൻ്റെ ഡ്രൈവറായ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു. അയാൾക്ക് അങ്ങനെ ഏത് ആരാധനാലയങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവിടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് ആരാധനാലയം, അത് പള്ളിയായാലും അതുപോലെ അമ്പലമായാലും എന്ത് കണ്ടു കഴിഞ്ഞാലും വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ആരാധനാലയങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അയാൾക്ക് പള്ളിയാണെങ്കിൽ കുരിശ് വരയ്ക്കുക, അമ്പലമാണെങ്കിൽ നെറ്റിയിൽ തൊട്ട് വന്ദിക്കുക, ഇത്തരത്തിലുള്ള റിച്വൽസ് എന്ന് പറയും, ചില ആചാരങ്ങൾ, അത് പാലിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ ആ ഒരു ശീലം തെറ്റൊന്നുമല്ല. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ട് നോക്കി ഒന്ന് കുരിശ് വരച്ചു എന്നുള്ളതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി ഒന്ന് നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ എന്ത് വേണമെങ്കിലും അത് ചെയ്യുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ പോലും അയാൾ പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലല്ലാതെ പോകുന്ന വഴിയിൽ ഇത്തരം ആരാധനാലയങ്ങൾ കാണുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിക്കൊണ്ട് കുരിശ് വരയ്ക്കുകയും തൊട്ട് തലയിൽ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി, ഒരു റിച്വൽ അയാൾക്ക് പാലിക്കേണ്ടതായിട്ടുള്ള ഒബ്സഷൻ വരുന്നു. അതായത് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ വണ്ടിക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഒബ്സഷൻ അയാളുടെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ ഓടിക്കുന്ന വണ്ടി അപകടത്തിൽപ്പെടാതിരിക്കാൻ ഇത്ര തവണ കുരിശ് വരയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര തവണ തൊട്ട് തലയിൽ വയ്ക്കുന്ന രീതിയിലുള്ള റിച്വൽ ചെയ്യണം, ഒരു ആചാര രീതി ചെയ്യണം എന്നൊക്കെ അയാളുടെ മനസ്സിൽ ഒബ്സഷൻ ഉണ്ടാവുന്നു. അത് പാലിക്കാൻ അയാൾ നിർബന്ധിതനാവുന്നു. കാരണം അത് ചെയ്തില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ വരുന്നത് ചിന്ത എന്താണ്? വണ്ടി അപകടത്തിൽപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു റിച്വൽ, ആ ഒരു രീതി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ 10 തവണ അല്ലെങ്കിൽ 20 തവണ ഒക്കെ ചെയ്താൽ മാത്രമേ, കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്താൽ മാത്രമേ അയാൾക്കൊരു ആശ്വാസം കിട്ടുന്നുള്ളൂ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് വല്ലാത്ത ഒരു ടെൻഷനിലേക്ക് പോകുന്നു, വണ്ടി അപകടത്തിൽപ്പെടും എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ OCD ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ വരുന്നു. അതായത് അയാൾക്ക് ഒരു കാര്യം, അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ മറ്റൊരാൾ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന സമയത്തായിരിക്കാം, ഇങ്ങനെ ഒരു ഡ്രൈവറുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ഒബ്സസീവായ ചിന്ത വന്നു കഴിയുമ്പോൾ അതിന് കമ്പൽസീവായ പ്രവൃത്തി അയാൾ ഈ ഒരു റിച്വൽസ് അല്ലെങ്കിൽ ഈ ഒരു ആചാരക്രമം വഴി ചെയ്യുകയാണെങ്കിൽ, അതും വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരുപാട് ആളുകളുടെ ജീവനാണ് അയാളുടെ കയ്യിലിരുന്ന് കളിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അത് നിർത്തണമെന്നുണ്ട്, പക്ഷേ അയാളെ കൊണ്ട് നിർത്താൻ സാധിക്കുന്നില്ല. കാരണം ഈ ഒരു ഒബ്സസീവായ ചിന്ത വരുന്നു, അതിന് കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അതിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും അല്ലെങ്കിൽ ആങ്സൈറ്റിയിൽ നിന്നും ടെൻഷനിൽ നിന്നും പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ധാരാളം ആളുകൾ ചെറിയ ഒബ്സഷൻ ആണെങ്കിൽ പോലും, ചെറിയ OCD പ്രശ്നങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിൽ പലപ്പോഴും നേർക്ക് നേർ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ OCD എന്നുള്ള പ്രശ്നത്തെ നിസ്സാരമായി കാണാതെ അതിനെ കൃത്യമായ ചികിത്സ തേടാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെയുള്ള ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അയാളൊരു സൈക്യാട്രിസ്റ്റിനെ, അതായത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ പോയി കണ്ട് തൻ്റെ പ്രശ്നം അവതരിപ്പിക്കണം. ആ മാനസികാരോഗ്യ വിദഗ്ധൻ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് അതിന് മരുന്നുകൾ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിച്ച് അത് കൃത്യമായ തോതിൽ, കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുന്നത് പോലെ കഴിക്കണം. അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ സാധാരണ പറയാറുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൂടി ഈ മരുന്ന് ചികിത്സയുടെ കൂടെ എടുക്കണം. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ എങ്ങനെയാണ് ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് അതിനെ നേരിടേണ്ടത്, ആരോഗ്യപരമായി എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരും, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരും. ഇത്തരത്തിൽ നല്ല സൈക്യാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും കണ്ട്
അതിന് കൃത്യമായ ചികിത്സ എടുക്കുകയും താൽക്കാലികമായെങ്കിലും താൻ ചെയ്യുന്ന ഈ ഒരു ജോലിയിൽ നിന്നും കുറച്ച് ദിവസത്തേക്കെങ്കിലും ലീവ് എടുത്ത് തൻ്റെ പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം മറ്റുള്ളവരുടെ ജീവന് പ്രാധാന്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ജോലിയിൽ നിന്നും താൽക്കാലികമായി ലീവ് എടുത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ തേടിയതിന് ശേഷം അത് മാറ്റിയെടുത്ത് അയാൾക്ക് തിരികെ ജോലിയിൽ കയറി വളരെ സുഖകരമായ രീതിയിൽ തൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ OCD എന്ന പ്രശ്നം എത്ര നിസ്സാരമാണ് എന്ന് തോന്നിയാൽ പോലും അതിന് കൃത്യമായ രീതിയിലുള്ള ചികിത്സ സ്വീകരിച്ചുകൊണ്ട് അതിനെ പരിപൂർണമായും നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം.